കേരളത്തിന്റെ ആരോഗ്യരംഗം വളരെ അഭിമാനത്തോടുകൂടി കേരള സർക്കാർ അവതരിപ്പിക്കാറുണ്ട്. ലോകത്താകമാനമുള്ള എല്ലാ ആരോഗ്യ മേഖലയേക്കാൾ മെച്ചപ്പെട്ടതാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ തുടർച്ചയായ പരാജയങ്ങൾ, അത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചാലും ആലപ്പുഴയിൽ നിന്നും നമ്മൾ ഇന്നലെ രാത്രി കേട്ട വാർത്ത നമുക്കത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് എത്ര നിസ്സാരവൽക്കരിച്ചാലും തള്ളിക്കളയാനാവുന്നൊന്നല്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം കേരള മനസാക്ഷി ഞെട്ടിക്കുന്നതാണ്. പുന്നപ്ര സ്വദേശിനിയായ ഉഷ ജോസഫിന്റെ ജീവിതത്തിൽ 5 വർഷമായി തുടരുന്ന ദുരിതത്തിന്റെ പിന്നിലെ കാരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2019 ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാൻ ഉഷ ജോസഫ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. അന്നു മുതൽ കഠിനമായ വയറുവേദനയും അസ്വസ്ഥതകളും അവരെ അലട്ടിയിരുന്നു. അടുത്തിടെ നടത്തിയ ഒരു സ്കാനിങ്ങിൽ വയറിനുള്ളിൽ കത്രികയിരിക്കുന്നത് കണ്ടെത്തുന്നു. ഇതോടെയാണ് 5 വർഷം മുൻപ് നടന്ന ശസ്ത്രക്രിയയിലെ ഗുരുതരമായ വീഴ്ചയാണ് താൻ ഇത്രയും നാൾ അനുഭവിച്ച വയറുവേദനയ്ക്ക് കാരണം എന്നിവർ അറിയുന്നത്. ഒരു സ്ത്രീ, അവർ കഴിഞ്ഞ 5 വർഷമായി വേദന അനുഭവിക്കുന്നു. അവർക്ക് മൂത്രമൊഴിക്കാൻ സാധിക്കുന്നില്ല. മൂത്രമൊഴിക്കുമ്പോൾ വേദന എടുക്കുന്നു. അവർ ഡയപ്പർ വെച്ചുകൊണ്ട്, അത് ബ്ലീഡിങ് സംഭവിക്കുന്നത് കൊണ്ട് ഡയപ്പർ വെച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്നു. സംഭവം എന്തായാലും വിവാദമായതോടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിഷയത്തിൽ ഇടപെടുന്നു. ശസ്ത്രക്രിയ രേഖകൾ പരിശോധിക്കണമെന്ന് പറയുന്നു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാങ്കേതികമായി അവിടെ നടക്കുന്നുണ്ട്. വീട്ടമ്മയുടെ വയറ്റിൽ കുടുങ്ങിയത് കത്രികയല്ലെന്നും മസ്കിറ്റോ എന്നുള്ള ചെറിയ ഉപകരണമാണെന്നും ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വാഭാവികമായി തോന്നുന്നൊരു സംശയമുണ്ട്. ഈ കത്രിക അല്ലെങ്കിൽ അതിന് എന്ത് തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ആയിക്കൊള്ളട്ടെ, 5 വർഷം ഒരാളുടെ വയറ്റിലിരിക്കുന്നതിന് പ്രശ്നമില്ലേ എന്നൊരു ചോദ്യം. കാഴ്ചയിൽ ചെറിയൊരു കത്രിക പോലെ ഇരിക്കുന്ന മസ്കിറ്റോ, ഇതിന് 2 കൈപ്പിടികളും ലോക്കിംഗ് സംവിധാനവുമുണ്ട്. കത്രികയെ പോലെ മൂർച്ചയുള്ളൊരു വായ്ത്തലയില്ല, പകരം മുനയുണ്ട്. എന്നാൽ പരന്ന അഗ്രമാണ് ഇതിനുള്ളത്. ഈ അഗ്രത്തിൽ ചെറിയ വരകളുണ്ട്. ഇത് വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കും. ചെറിയ രക്തക്കുഴലുകൾ അമർത്തിപ്പിടിച്ച് രക്തം വരുന്നത് തടയാനാണ് ശസ്ത്രക്രിയ വേളയിൽ ഇത് ഉപയോഗിക്കുന്നത്. ഒരു ശസ്ത്രക്രിയ ഉപകരണം, ഈ കേസിൽ മസ്കിറ്റോ ഫോഴ്സെപ്സ്, 5 വർഷമോ അതിലധികമോ വയറ്റിനുള്ളിൽ ഇരിക്കുന്നത് എങ്ങനെ സാധ്യമാണ്? അത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്നൊരു ചോദ്യമാണ്. ശരീരത്തിനുള്ളിൽ അന്യവസ്തുക്കൾ എത്തിയാൽ പ്രതിരോധ സംവിധാനം അതിനെ ഒരു ആവരണത്തിനുള്ളിലാക്കും. ഉപകരണത്തിന് ചുറ്റും കോശങ്ങളൊക്കെ വളരാം, ഒരു കവചം രൂപപ്പെടാം. ഇത് ആന്തരിക അവയവങ്ങളുമായി നേരിട്ടുരസുന്നത് ഒരു പരിധിവരെ തടയും. ഇത്തരത്തിൽ ആവരണം ചെയ്യപ്പെടുന്നത് കൊണ്ട് പെട്ടെന്നുള്ള ആന്തരിക രക്തസ്രാവമോ അണുബാധയോ ഉണ്ടാകാതെ വർഷങ്ങളോളം അത് ഉള്ളിൽ തുടരാം. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പൂർണ്ണമായും അണുവിമുക്തമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അണുക്കളില്ലാത്തതിനാൽ പെട്ടെന്നൊരു സെപ്സിസ് ഉണ്ടാകണം എന്നില്ല. എന്നാൽ കാലപ്പഴക്കം ചെല്ലും തോറും ഈ ഉപകരണം തുരുമ്പിക്കാനോ അല്ലെങ്കിൽ അടുത്തുള്ള അവയവങ്ങൾ, കുടലോ മൂത്രസഞ്ചി തുടങ്ങിയവയിൽ സമ്മർദ്ദം ചെലുത്തി മുറിവുകൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. വയറിനുള്ളിൽ കത്രിക ഇരുന്നാലും എല്ലാ രോഗികളിലും ഒരേ ലക്ഷണങ്ങളും കാണിക്കുന്നില്ല. ഉഷ ജോസഫിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ വിട്ടുമറത്ത വയറുവേദന, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ അടുത്തിടെ ആയപ്പോൾ ആ 5 വർഷമായതുകൊണ്ട് അത് അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തിയവർക്ക് ബ്ലീഡിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഈ ഗ്യാസ് സംബന്ധമായ പ്രശ്നവും വേദനയും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും രോഗികൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള സാധാരണ വേദനയായി ഇതിനെ കാണും. അതുകൊണ്ട് തന്നെ ഈ വേദന അവഗണിക്കാറുണ്ട്. എന്തായാലും തുടർച്ചയായി ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ എടുക്കുകയും മസ്കിറ്റോ ഫോഴ്സെപ്സ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഈ മസ്കിറ്റോ ഫോഴ്സെപ്സ് ദീർഘകാലം ഉള്ളിലിരിക്കാം എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ എത്ര തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, അതിന് ഇനി 10-30 വർഷം ഇരിക്കാമെന്ന് ഡോക്ടർ ലളിതാംബിക പറഞ്ഞാലും കൃത്യമായ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു വീട്ടമ്മയ്ക്ക്, ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കഠിനമായ ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് മെഡിക്കൽ രംഗത്ത് അനാസ്ഥയുടെ വലിയ ഉദാഹരണമാണ്. 5 വർഷം വയറ്റിനുള്ളിൽ ഇരുന്നത് ചെറിയൊരു ഉപകരണമാണെങ്കിലും വലിയ ഉപകരണമാണെങ്കിലും അത് രോഗിക്ക് കഠിനമായ വേദനയും ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഉഷ ജോസഫിന്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ ശാസ്ത്രപ്രചാരകനും സർജനുമായ ഡോക്ടർ അഗസ്റ്റസ് മോറിസ് മറുനാടിന് നൽകിയ ചെറിയൊരു ബൈറ്റുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. സർജറി ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടീമാണ്. അപ്പൊ അതില് നമ്മൾ അകത്ത് രക്തസ്രാവം പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൊസ്കിറ്റോ അല്ലെങ്കിൽ നമ്മള് പാഡ് വെക്കല്, ബ്ലഡ് കോട്ട്, അതിന് വേണ്ടിയിട്ട് കുറെ സംഭവങ്ങൾ വെക്കും. ഇതെല്ലാം നഴ്സിന്റെ ജോലിയാണ്. എത്ര സാധനം അകത്തേക്ക് വെച്ചു, സർജറി കഴിയുമ്പോൾ എത്ര ഇൻസ്ട്രുമെന്റ്, കൗണ്ട് എന്ന് പറയും ഇതിന്, എത്ര ഈ ബ്ലീഡിങ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മള് കോട്ടൺ പാഡൊക്കെ വെക്കുമല്ലോ, അത് എത്ര എണ്ണം തിരിച്ചെടുത്തു. കാരണം കുറച്ച് രക്തമായി കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന അവയവത്തിനെ പോലെ ഇരിക്കും ഈ പഞ്ഞി എന്ന് പറയുന്ന സാധനം. അപ്പൊ അതുകൊണ്ട് അകത്തേക്ക് എത്ര വെച്ചു, സർജറി കഴിയുമ്പോൾ പുറത്തേക്കെല്ലാം എടുത്ത് എല്ലാം നമ്മൾ നോക്കി എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവസാനത്തെ ലെയർ തയ്ക്കുന്നത്. ഈ ബ്ലീഡിങ് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ മൊസ്കിറ്റോ എന്ന് പറയുന്നത് പിടിച്ചിട്ട് തിരിഞ്ഞ് അകത്തോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് അടുത്ത അവയവം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണത്തില്ല.
ആക്ച്വലി അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫോറൻസിക്കലി പറയുന്ന മെഡിക്കൽ നെഗ്ലിജൻസ്, അലംഭാവം എന്നുള്ളൊരു തന്നെയാണ്. അതിനകത്ത് ഇപ്പൊ ന്യായീകരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൂട്ടായ എന്റെ ഒരു ഡൗട്ട്, ഇതൊരു 5 വർഷമായിട്ട് അവർ ഈ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ 5 വർഷം ഇത് പോസിബിൾ ആണോ എന്നുള്ളത് ഒരു സംശയം അത് സ്വാഭാവികമായിട്ട്. ഇപ്പൊ നമുക്കിപ്പോ വെടിയുണ്ട് മറ്റേതെങ്കിലും മെറ്റൽ പാർട്സ് ശരീരത്തിനുള്ളിൽ കയറി എന്ന് വെച്ചും അണുബാധ ഉണ്ടായിട്ടില്ല എങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോ സർജറി ചെയ്തിട്ട് എന്തായാലും അവിടെ നൂലും ഒക്കെ വലിച്ച് ഇങ്ങനെ കെട്ടി തുന്നൽ പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നാളത്തേക്ക് സർജറി ചെയ്ത സ്ഥലത്തൊരു വേദന വരും. അത് അത്ര കാര്യമായിട്ട് ആരും എടുക്കത്തില്ല. പക്ഷേ ദീർഘകാലമായിട്ട് അങ്ങനെ വേദന പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ട് വേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ, സ്കാനൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ കണ്ടെത്താമായിരുന്നു. ഇത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവർക്ക് പോയിട്ടുണ്ടല്ലോ, അവർക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ആ വേദന അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന അത് വിദഗ്ധർ പറയട്ടെ അത് ഇതുമൂലം തന്നെ വന്നതാണോ മറ്റെന്തെങ്കിലും കാരണം മൂലമാണോ എന്നുള്ളത്.